ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഒരു പുതിയ വിഷയമല്ല, എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ, അതായത് എ ഐ അല്ലെ എ ഐയെ പറ്റി ജനറിക്കായിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ളൊരു വീഡിയോ, പിന്നെ അത് കഴിഞ്ഞ് എയുടെ പല രൂപങ്ങളായ ജനയെ പറ്റി, അതുപോലെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI പറ്റിയൊക്കെ ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിവേ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതെന്താണെന്നുള്ളതിനെ പറ്റിയല്ല. ഈ കുറേ കാലങ്ങളായിട്ട് ഓഫ് കോഴ്സ് എഐയും അതുമായിട്ട് ബന്ധപ്പെട്ട പല വകഭേദങ്ങളും ന്യൂസുകളിലും ചർച്ചകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇത് വളരെ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ന്യൂസുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആവശ്യം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബേസിക് ഒരു റീക്യാപ്പ് പോലൊരു ബേസിക്. അതായത് AI എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടെക്നോളജിയാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും കാരിയറിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് രംഗങ്ങളിലും ഒക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും ആ ആൾ അറിയുന്നോ അറിയാതെയോ ഈ ടെക്നോളജി AI ഉപയോഗിക്കുന്നുള്ളതാണ് സത്യം. നമ്മളിപ്പം ഒരു ഹെൽപ്പിന് വേണ്ടി സംസാരിക്കുമ്പോഴോ അല്ല അതിന് വേണ്ടി പോർട്ടലിൽ ചാറ്റ് ബോട്ടുമായിട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുമ്പോൾ നമ്മളെ പല രീതിയിൽ AI സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ഇപ്പം പുതിയ ജനറേഷനിൽ ഈവൻ പഴയ എല്ലാവരും ഒരു പരിധിവരെ ChatGPT ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജനൈ എന്ന് പറയുന്നത് AIയുടെ ഒരു വകഭേദമാണ്. അതായത് ജനറേറ്റ് ചെയ്യുന്ന AI ആണ്. അതായത് നമ്മളിപ്പം ChatGPT ആണിത് കൂടുതൽ പോപ്പുലറാക്കിയത്, OpenAIയുടെ. പക്ഷേ നമ്മുടെ ഗൂഗിളിൻ്റെ ജെമിനി, നമ്മളിപ്പം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ആദ്യം ജനൈയുടെ ഒരു ഉത്തരം കാണും. പിന്നെയാണ് നമുക്ക് പഴയ കൺവെൻഷനലായിട്ട് രീതിയിലുള്ള ലിങ്കുകളൊക്കെ കാണുന്നത്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ കോ-പൈലറ്റ്, നമ്മുടെ എലോൺ മസ്കിൻ്റെ എക്സിൻ്റെ ഗ്രോക്ക്, അങ്ങനെ വളരെ ഒത്തിരി AI അല്ലെ ജനൈ ടൂൾസ് ഉണ്ട്. അപ്പം ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരും. അതുപോലെ തന്നെ നമുക്കൊരു പോം എഴുതുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുക, ഒരു ആർട്ടിക്കിൾ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യും. സബ്ജക്റ്റ് കൊടുക്കുക, അതിന് എത്ര വേർഡ്സ് വേണം, ഏത് സ്ട്രക്ചർ വേണം, പ്രൊഫഷണൽ വേണോ അമേച്ചർ വേണോ, അങ്ങനെ പല രീതിയിലും നമുക്ക് ഔട്ട്പുട്ട് തരും. അതുപോലെ വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിക്ചർ വരപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്ട്, അങ്ങനെ നമുക്ക് ആവശ്യപ്പെടും. അതായത് പ്രോഗ്രാമിംഗ് ചെയ്യാം, കോഡിങ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ഈ ജനറേറ്റീവ് AI അല്ലെ ജനൈ ചെയ്യുന്നുണ്ട്. AGI അല്ലെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ AI അല്ലെ അതിൻ്റെ വകഭേദങ്ങളായ ജനൈ എന്നൊക്കെ പറയുന്നത്, നമ്മൾ അതിന് ട്രെയിൻ ചെയ്തിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുണ്ടാവും LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ML, മെഷീൻ ലേണിംഗ്. അപ്പോൾ ഈ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ഈ ടൂളിനെ ട്രെയിൻ ചെയ്യും. ഡേറ്റ ഉൾക്കൊണ്ടും അതെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ റെസ്പോണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും അത് ട്രെയിൻ ചെയ്ത് അതിൽ കൂടെയാണ് ഈ നമ്മൾ നോർമലായിട്ട് അറിയപ്പെടുന്ന AI ഓട്ടോമേറ്റിംഗ് ടൂൾസ്, അതുപോലെ ജനൈയുടെ പല വകഭേദങ്ങളും ഒക്കെ നമ്മൾക്ക് ഔട്ട്പുട്ട് വരുന്നത്. അതേസമയം AGI എന്ന് പറയുന്നത് മനുഷ്യനെ ക്ലോൺ ചെയ്യുന്ന പോലെ, അത് മനുഷ്യന് പകരമായിട്ട്, അല്ലെ മനുഷ്യനിൽ ഉയർന്ന രീതിയിലുള്ള ബുദ്ധി മാത്രമല്ല, അത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യാതെ തന്നെ അത് സ്വയം ട്രെയിൻ ചെയ്യും. അതായത് മനുഷ്യൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഓരോ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നത്, അത് മനുഷ്യൻ എങ്ങനെയൊക്കെ ചെയ്യുന്നു, അതുപോലെ ഇൻ്റലിജൻസും ഓർമ്മയും കോഗ്നേറ്റീവ് സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് ഉള്ളൊരു ഇതാണ്. മനുഷ്യനേക്കാളോ മനുഷ്യനെ പോലെയോ മനുഷ്യനേക്കാളുള്ള രീതിയിൽ ചിന്താശക്തിയും
ഒക്കെ ഉള്ളതാണ്. എമോഷൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഫ്യൂച്ചറിലുണ്ടാകാം. അപ്പോൾ അത് നമുക്കറിയാം, അത് വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് ചാറ്റ് GPT ഉണ്ടാക്കിയ കമ്പനിയായ ഓപ്പൺ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. IBM ഉണ്ട്, അങ്ങനെ മൈക്രോസോഫ്റ്റ്, ഇതുപോലുള്ള പല കമ്പനികളും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുക. എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ വാർത്തകളിൽ AI നിറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അടുത്ത സമയത്ത് TCS ഒരു 12,000 എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തു. അപ്പം കമ്പനി കൊടുത്ത ഉത്തരവെന്ന് പറഞ്ഞാൽ സ്കിൽ മിസ്മാച്ച് എന്നാണ്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ AI ചെയ്യുന്ന പോലെ വളരെ താഴേക്കിടയിലുള്ള റൊട്ടീൻ വർക്കുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ടാസ്കുകൾ ചെയ്യുന്ന എംപ്ലോയീസിനെ അല്ല, മിഡ് സീനിയർ ലെവലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സിനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് വേറൊരു ഡിഫറെൻറ്റ് തലമാണ്. അപ്പം മിസ്മാച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വേറെ കോണ്ടക്ച്വലായിട്ടൊരു കാര്യം പറയാം. ഇത് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ CEOയ്ക്ക് 26 crores ശമ്പളം എന്ന് പറഞ്ഞപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അതിനൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതായത് ആൾക്കാരെ കുറയ്ക്കുന്നതും അവരെ അപ്സ്കിൽ ചെയ്തുകൂടെ, അവരെ കുറയ്ക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ, കോസ്റ്റ് കട്ടിങ്ങിനാണെങ്കിൽ ഈ CEOയ്ക്ക് കുറച്ച് കട്ട് ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിവേ, അതുമല്ല നമ്മുടെ വിഷയം. അപ്പം പക്ഷേ ഇവർ വളരെ മാച്ച് കേൾക്കുന്ന വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് വളരെ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ AI ഇൻഫ്ലുവൻസ്, AI പ്രവർത്തനം തന്നെയാണ്, അല്ലെ AI ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇതിന് കാരണം. കാര്യം മറ്റുള്ള കമ്പനികളൊക്കെ, ഇപ്പം മൈക്രോസോഫ്റ്റ് അതുപോലുള്ള കമ്പനികളൊക്കെ ലേ ഓഫ് ചെയ്യുമ്പോൾ AI കാരണമാണെങ്കിൽ അത് തുറന്ന് AI കാരണം തന്നെയാണ്, AI കൊണ്ടാണ്, ഓട്ടോമേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചില ജോലികളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് അവർ തുറന്ന് സമ്മതിക്കാറുണ്ട്. എനിവേ, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ പറ്റി സംസാരിക്കുക. അതായത് എങ്ങനെയാണ് ഇത് മുന്നോട്ട്. ഇപ്പം നമ്മൾ ഇപ്പം അടുത്ത സമയത്ത് ഈ ചാറ്റ് GPT ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ GPT-5 ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ CEO സാൾട്ട് ആൾട്ട്മാൻ പറഞ്ഞു 2 വർഷം 2 to 5 years ഈ പല ജോലികളും ഇല്ലാതാവും. അത് തന്നെയല്ല, ഒരു കോർപ്പറേറ്റ് ലാൻഡ്സ്കേപ്പ് മാത്രമല്ല, ഇപ്പോൾ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ്, അതുപോലെ ഇപ്പോഴത്തെ CEO നഡെല്ല, ഗൂഗിളിൻ്റെ സഞ്ജയ് പിച്ചി, ഇവരെല്ലാം, അല്ലെങ്കിൽ എലോൺ മസ്ക്, ഇവരെല്ലാം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോലികൾ നഷ്ടപ്പെടും. പക്ഷേ ചിലർ പറയും പല ജോലികളും ഇല്ലാതാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ സേഫാണെന്ന് ഇതുവരെ വിചാരിച്ചിരുന്ന പ്രോഗ്രാമിംഗ് ജോലികളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഇപ്പം പുതിയ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് 90% വരെ പല കോഡിങ്ങും ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10% മാത്രമേ ഹ്യൂമൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഇഷ്യൂസ്, എത്തിക്കൽ ഇഷ്യൂസ്, അതുപോലെ ഒരു ഡീബഗിങ്, അങ്ങനെയുള്ള ഒരു ലെവൽ മാത്രമാണ് വരുന്നത്. അതും കുറച്ച് കഴിയുമ്പം അതിൻ്റെ ആവശ്യമില്ലാതാകുന്നൊരു അവസ്ഥയുണ്ടാകും, എസ്പെഷ്യലി AG ഒക്കെ വരുവാണെങ്കിൽ. പക്ഷേ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ജോലി. അപ്പോൾ അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഫീൽഡിൽ. ഇപ്പം ഡോക്ടേഴ്സൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇറിലവൻ്റ് ആവും ഇൻ ദ കമ്മിങ് ടൈംസ്. പിന്നെ അതുപോലെ ടീച്ചിങ്, എഡ്യൂക്കേഷൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ മാറും. അതുപോലെ റൈറ്റിങ്, അതുപോലെ പല രംഗങ്ങളിലും. വൈറ്റ് കോളർ ജോബ് മാത്രമല്ല നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഇത് വൈറ്റ് കോളർ ജോബിൽ മാത്രമേ ഉള്ളൂ. വൈറ്റ് കോളർ ജോബിൽ ഇൻടാഞ്ചിബിളായിട്ടാണ് ഈ ടെക്നോളജി പ്രവർത്തിക്കുന്നതെങ്കിൽ, ബ്ലൂ കോളർ ജോബിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫിസിക്കൽ രൂപമായ റോബോ ആയിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പം സ്മാർട്ട് ഫാക്ടറീസ് അല്ലെങ്കിൽ ഓട്ടോണോമസ് ഫാക്ടറീസ് ഒക്കെയാണ് പുതിയ ട്രെൻഡ്. അതായത് അത് ഓട്ടോണോമസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഓൺ ഇറ്റ്സ് ഓൺ, ഓട്ടോണോമസ് കാർ എന്ന് പറയുന്നത് പോലെ. അപ്പം ഇത് എല്ലാ രംഗങ്ങളിലുള്ള ജോലികളെയും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്യാം. ഇപ്പം ചിലർ പറയും പണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ ഇങ്ങനെ പേടിച്ചിരുന്നു, അതുപോലെ ഇൻ്റർനെറ്റ് വന്നപ്പം, കമ്പ്യൂട്ടർ വന്നപ്പോഴൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ഒരു പ്രത്യേകതരം ജോലികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം വേറെ ജോലി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പ്രാവശ്യം അങ്ങനെയാണ്. AI അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം 100 ജോലിക്ക് ചിലപ്പം 10 ജോലി ഉണ്ടാവുകയാണെങ്കിലും 100 ജോലിക്ക് പകരം 100 ജോലി പുതിയതായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. അതായത്
ഹ്യൂമാനെ റീപ്ലേസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അപ്പം പണ്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ അതാണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്യുക, സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, പലരും പറയുന്നത് പോലെ ഈ ജോലികൾ പുതിയതുണ്ടാക്കും, അതിന് പകരം ഉണ്ടാവും, അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് പറയുന്നത് പല ആൾക്കാരുമുണ്ട്. പക്ഷേ ഈ ഗൂഗിളിൻ്റെ ഒരു എക്സ് ചീഫ് ബിസിനസ് ഓഫീസറുണ്ട്, പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പല ജോലികളും നഷ്ടപ്പെടും, അതിന് പകരം ജോലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ അതിനോടാണ് ശരിക്കും പറഞ്ഞാൽ യോജിക്കാൻ പോകുന്നത്. കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് അതൊരു പുതിയ ഇതാണ്. അതുപോലെ ഈ എന്താ പറയുന്നത് എത്തിക്കൽ കൺട്രോൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ജോലികളുണ്ടാവും, പുതിയതായിട്ടുണ്ടാക്കപ്പെടും. പിന്നെ കുറച്ച് ജോലികളൊക്കെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ എന്നാലും ഈ വർക്ക് ഫോഴ്സിൽ കണ്ടമാനം റിഡക്ഷൻ ഉണ്ടാവും, കണ്ടമാനം റീപ്ലേസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള യാതൊരു സത്യമില്ല. ഇത് വേ ഇറ്റ് ഗോസ്. ബിക്കോസ് AI-യുടെ ഡെവലപ്മെൻറ്റ് ടേക്കിംഗ് സ്പേസ് ആണ്. കാര്യം ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഭയങ്കര സിവിയർ കോമ്പറ്റീഷനാണ് കമ്പനികൾ തമ്മിൽ. ഇപ്പം ഗൂഗിളും മൈക്രോസോഫ്റ്റും എക്സും പിന്നെ അതുപോലെ IBM-ഉം ഒറക്കിളും ഇവരെല്ലാം തമ്മിൽ ഭയങ്കര OpenAI ഒക്കെ തമ്മിൽ ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. ഒരു യുദ്ധം പോലുള്ള ഒരു ഇതാണ്, ആരാദ്യം എവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് രാജ്യങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ US-ഉം ചൈനയും തമ്മിൽ ഒരു 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 റേസ് നടക്കുകയാണ്. ഇതാരാണ് മുമ്പിൽ, ആരാണ് ആദ്യം എവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു റേസ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം ഇതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം നമ്മൾ ചോദിക്കും, ഇപ്പം ഇവർ ഈ ലാഭമൊക്കെ ഉണ്ടാക്കി വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, സർവീസ് ഉണ്ടാക്കും, എന്നിട്ട് ഈ സാധനങ്ങളും സർവീസും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ പൈസ ഉണ്ടാകണമല്ലോ. ആൾക്കാരുടെ പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏണിങ് ഉണ്ടാകണം. ഏണിങ് പല രീതിയിലുണ്ടാകാം ബിസിനസ്. പക്ഷേ ജോലികൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്? വരുമാനമില്ലെങ്കിൽ അവരെങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്? സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇവർ ഈ വില കുറച്ചൽ, വളരെ കോസ്റ്റ് കുറച്ച് AI-യെ കൊണ്ട് സാധനം ഉണ്ടാക്കി അല്ലെങ്കിൽ സർവീസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ എന്താണ് പ്രയോജനം? ഒരു ചോദ്യമാണത് ആക്ച്വലി. അപ്പോൾ അതിനാണ് ഈ എലോൺ മസ്കും സാൽട്ട് ആസ്മാനും ഒക്കെ പണ്ട് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഉണ്ടായൊരു കൺസെപ്റ്റാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അതായത് ജോലി നഷ്ടപ്പെടും, ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ജോലികൾ നഷ്ടപ്പെടുക എന്നവർക്ക് ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുക്കുക ഒരു ഗവൺമെൻറ്. അതായത് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് പോലെയല്ല, അതിന് ഒരു ചില സ്ട്രക്ചറുണ്ട്. അതായത് ഒരാൾക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ അവരുടെ എല്ലാ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളും സാധിക്കാൻ പറ്റിയ ഒരു ഇൻകം കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതെവിടെ നിന്ന് വരും? അത് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ഒരു റിച്ച് പൂവർ ഡിവൈഡിനേക്കാളും വലിയ ഒരു ഡിവൈഡായിരിക്കും ഉണ്ടാകുന്നത്. രണ്ട് രീതിയിലുള്ള ഡിവൈഡ് ഉണ്ടാവും. ഒന്ന്, ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഇപ്പം AI ഇപ്പം മില്ലീനിയം മുഴുവത്തിലുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ, മില്ലീനിയത്തിലെ കുട്ടികൾ കുറച്ച് യങ് സ്റ്റേജിൽ ഇതിനോട് എക്സ്പോഷർ ഉണ്ട്. പിന്നെ വളർന്നവരൊക്കെ ജനിച്ച് വീഴുമ്പോഴേ AI കണ്ടുകൊണ്ടായിരിക്കും വരുന്നത്, ഒരു രീതിയിലല്ലെങ്കിൽ പറ്റും. അതേസമയം പഴയ ജനറേഷനൊക്കെ വളരെ ലേറ്റായിട്ടായിരിക്കും ഇതിലൊരു എക്സ്പോഷർ ഉണ്ടായത്. അവർ എത്രമാത്രം അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്നും ഇത് അഡാപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ പറ്റാത്ത ആൾക്കാർ കുറച്ച് വർഷങ്ങളോ കഴിയുമ്പം ഒരു ഔട്ട്സൈഡേഴ്സായി മാറും. ബിക്കോസ് അവർക്ക് അതായത് പുതിയ ഒരു 2 to 3 years ടൈമിൽ AI ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ പേഴ്സണൽ ലൈഫിലും കോർപ്പറേറ്റ് ലൈഫിലും എല്ലാ രംഗങ്ങളിലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് AI ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ആ AI-യെ ഒരു കൺട്രോൾ, അല്ലെ അതിനകത്തൊരു സ്വായത്തമില്ലാത്ത ആൾക്കാർ വളരെയധികം പിന്തപ്പെട്ടപ്പോൾ ഇതൊരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഗ്യാപ്പും കൂടുമെന്നുള്ളത്. കാര്യം ഈ ഒരു 1% ആൾക്കാരിലായിരിക്കും ഈ പണം മുഴുവൻ, വെൽത്ത് മുഴുവൻ സ്വാധീകരിക്കാൻ പോകുന്നത്. കാര്യം ഈ AI ആയിരിക്കും എല്ലാത്തിൻ്റെയും ഉറവിടവും എല്ലാത്തിൻ്റെയും കേന്ദ്രവും. ഇപ്പം AI
ഓൺ ചെയ്യുന്നവർ, കമ്പനികൾ ഓൺ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഐയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാർ, മേ ബി ഒരു 1% ഓഫ് ദ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ആയിരിക്കും ഈ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അവർ യൂണിവേഴ്സൽ ബിസിനസ് ഇൻകത്തിലോ അല്ലാതെ ചെറിയ ഇൻകത്തിലോ അല്ലെങ്കിൽ ഇൻകം ഇല്ലാതെയോ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പം ഇതുകൊണ്ട് എന്താണ്, ഓക്കെ, ഓഫ് കോഴ്സ് നമ്മുടെ ജീവിതം സുഖമാക്കുക. ഇപ്പം ചിലർ പറയും, ഓക്കെ, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊന്നും ജോലി ചെയ്യാതെ വെറുതെ ലെഷറായിട്ട് ജീവിക്കാം. സോ യൂണിവേഴ്സൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ അതുപോലുള്ള ഇൻകം ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിച്ച് റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. എനിക്കറിയത്തില്ല അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ എന്നാലും അത് മനുഷ്യനെ ഒരു പരിധിവരെയൊക്കെ ലേസി ആക്കുകയും മനുഷ്യനെ ഇർറലവൻ്റ് ആക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. എന്തിനാണ് മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും മനുഷ്യൻ പിന്നെ അവന് വായിക്കണ്ട, പഠിക്കണ്ട, എഡ്യൂക്കേഷൻ തന്നെ വേണ്ട, എന്തെങ്കിലും സ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് യോട് പറഞ്ഞാൽ മതിയല്ലോ, ദേ ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പം മനുഷ്യൻ വെറും മണ്ടനാവും പോവും. അപ്പം ഇനി ഫ്യൂച്ചറിൽ ഈ യുടെ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ യുടെ പുതിയ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റൊക്കെ മനുഷ്യനായിരിക്കത്തില്ല ചെയ്യുന്നത്, ആയിരിക്കും ചെയ്യുന്നത്. AGI ആണല്ലോ വരാൻ പോകുന്നത്. AGI എന്ന് പറയുന്നത് മനുഷ്യനേക്കാൾ ഉയർന്ന ബുദ്ധിയും വിവേകവും വിഷ്ണുവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ്, അല്ലെ ഒരു ടൂളാണ്. അപ്പോൾ അത് സ്വയമേ എന്താ പറയുന്നത്, വീണ്ടും ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ സ്വയം ട്രെയിൻ ചെയ്യപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ പറയുന്നത്. അപ്പം അതായിരിക്കും ചെയ്യുന്നത്. അപ്പം മനുഷ്യന് ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനമായി മാറുമോ? അപ്പം നമ്മൾക്ക് ഇതിനകത്ത് പോകാമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ജോലികൾ അല്ലെങ്കിൽ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ കുറേ ആൾക്കാർ, അതുപോലെ ഈ സമ്പത്ത് തമ്മിൽ ഭയങ്കരമായ ഗ്യാപ്പ്, വൈഡായിട്ടുള്ള ഗ്യാപ്പുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഈ ഉപയോഗിച്ച് മറ്റുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്യുക, അവൻ്റെ പ്രൈവസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, അതുപോലെ ഭീകര സംഘടനകൾ, ഈവൻ ഭരണകൂടങ്ങൾ തന്നെ ഉപയോഗിച്ച് മനുഷ്യനെ കൺട്രോൾ ചെയ്യുകയും അവൻ്റെ വരുതിയിലാക്കുകയും അവർക്ക് യാതൊരു വിധമായ സ്വാതന്ത്ര്യമോ പ്രൈവസിയോ ഇല്ലാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ഓൾഡ് ജനറേഷനിലെ ആൾക്കാർക്ക് ഈ പുതിയ ലോകത്തിൽ ജീവിക്കാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഇത് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ കൺട്രോൾ ഉണ്ടാകുമോ? ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം പല കമ്പനികളിലും എത്തിക്സ് എന്ന് പറയുന്ന എത്തിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇത് ചെയ്യുമ്പോൾ എത്തിക്കലായിട്ടുള്ള രീതിയിൽ ചെയ്യണം. അതായത് മനുഷ്യൻ്റെ നന്മയ്ക്ക് ആവശ്യമായ രീതിയിലായിരിക്കണം ചെല്ലത്, അല്ലാതെ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് എന്നുള്ള ഇതുണ്ട്. അത് ചില കമ്പനികളൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ചില കമ്പനികളൊന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഗവൺമെൻറ് അത് റെഗുലേറ്റ് ചെയ്യണം, ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനൊക്കെ ഒരു അതിർരേഖകൾ നിയമിക്കണം, എവിടെ വരെ പോകാം, എങ്ങനെ പോകാം. അതായത് ഇതിൻ്റെ ഒരു വ്യാപകമായ ഇൻഫിൽട്രേഷൻ അതെങ്ങനെ നിയന്ത്രിക്കാം. കാര്യം ഇത് സാധനങ്ങൾ കയറ്റുന്ന പോലെ അല്ലല്ലോ, ഇത് ഒരു ഇൻടാഞ്ചിബിൾ സാധനമാണ് ഇത് ടെക്നോളജി. ഇത് എത്രമാത്രം നമുക്ക് ഗവൺമെൻറ്റിന് ഒക്കെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെയുള്ള, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറഞ്ഞ പോലെ അത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യുകയും അത് എത്തിക്കലായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ അത് ചിലപ്പോൾ മനുഷ്യന് വളരെ ഗുണകരമായിരിക്കും. മനുഷ്യൻ്റെ ജീവിതം കുറേ കൂടെ സുഗമമാക്കും, മനുഷ്യൻ്റെ പല കാര്യങ്ങളിൽ അത് ഗുണമാവും. പക്ഷേ അത് മനുഷ്യനെ ഇറലവൻ്റ് ആക്കാതെ, മനുഷ്യനെ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആക്കി മാറ്റാതെ അത് മുന്നോട്ട് പോയാൽ മനുഷ്യനെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് തോന്നുന്നു അതായത് കുറച്ചുകൂടെ പാവങ്ങളായിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ഉന്നമനത്തിനത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ചിലപ്പോൾ ഇതൊരു ഭീകരമായ അവസ്ഥയിലായിരിക്കും എത്തിച്ചേരപ്പെടുക. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം
ഈ എ ഐയിലും AGIയിലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളിലെ മേധാവികളും അല്ലെ അവിടുത്തെ ബോർഡും അവിടുത്തെ അതിൻ്റെയൊക്കെ ഈ ലീഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത വർഷങ്ങളിലൊക്കെ ഈ ലോകത്തിൻ്റെ രീതി, ദ വേ ദേ വർക്ക്, ദ വേ പീപ്പിൾ ലീവ്, ദ വേ പീപ്പിൾ ആക്ച്വലി ഡൂ തിങ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക്കായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ അവരെ പറയുന്ന ഒത്തിരി ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറയുമെങ്കിലും എങ്ങനെയായിരിക്കും ടോട്ടലി ഈ ജീവിതം മാറ്റപ്പെടുന്നത്, അതെങ്ങനെയായിരിക്കും അതിൻ്റെ ചലഞ്ചസ് ഉണ്ടാകുന്നത്, ആ ചലഞ്ചസിനെ എങ്ങനെയാണ് എങ്ങനെ നേരിടും, ജനങ്ങളെങ്ങനെ നേരിടും, അല്ലെ ഏത് രീതിയിലാണ് ഈ കമ്പനികൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി ഒന്നും അവരൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അവർക്ക് തന്നെ അതിനെപ്പറ്റി ഒരു 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 വിസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എവിടെ വരെ പോവും, എങ്ങനെയായിരിക്കും അടുത്ത കാലങ്ങളിലെ ഏത് ഡെവലപ്മെൻറ്റ്, അതെങ്ങനെയായിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മൈ വീഡിയോ. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.